ഹലോ എവരിബഡി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ കേരള ലാൻഡ് രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈൻ ചെയ്യാമെന്നാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇടാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗമായിട്ട് എങ്ങനെ നമുക്കൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആധാരം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഒരു ഡ്രാഫ്റ്റ് അത് ഫൈനലാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അത് ഓൺലൈൻ ചെയ്യാനായിട്ട് ഉള്ള പ്രൊസീജിയേഴ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഓൺലൈൻ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റിൽ പോകുകയാണ്. കേരള രജിസ്ട്രേഷൻ്റെ സൈറ്റാണ് pearl.registration.kerala.gov.in pearl.registration.kerala.gov.in കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് കേരള രജിസ്ട്രേഷൻ്റെ സൈറ്റിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അവിടെ രജിസ്ട്രേഷൻ്റെ മോഡൽ ഡോക്യുമെൻറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ സൈറ്റിൻ്റെ താഴത്ത് വന്ന് ലെഫ്റ്റ് സൈഡിൽ മോഡൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഡീഡ്സ്, അതായത് സെയിൽ ഡീഡ്, തീറാധാരം, അങ്ങനെ പല ഡോക്യുമെൻറ്റ്സിൻ്റെയും മോഡൽസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിലുള്ളതുണ്ട്, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സിനായിട്ടൊരു ഫെമിലിയർ ആവും നമ്മൾ. അതിനുശേഷം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ചെയ്യണം. നമുക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ആദ്യം നമ്മൾ ഒരു ലോഗിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി ഇവിടെ യൂസർ ലോഗിൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. യൂസർ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾറെഡി യൂസർ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഇവിടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ക്രിയേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഫോമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ യൂസർ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ യൂസർ ടൈപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 തരം ആൾക്കാർക്കാണ് നമുക്ക് ഇവിടെ യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ക്ലെയിമൻറ്റ് അഥവാ അവകാശി, അതായത് ഒരു വസ്തു മേടിക്കുന്ന ആൾ, ആ ആളുടെ പേരിൽ നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സിക്യൂട്ടൻ്റ്, എഴുതി കൊടുക്കുന്ന ആളുടെ പേരിൽ നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസ്ഡായ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ്, ലൈസൻസ് കിട്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് റൈറ്റേഴ്സിൻ്റെ പേരിൽ നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തതാണ് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ്. ആ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സിൻ്റെ പേരിലും നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്ലെയിമൻറ്റും എക്സിക്യൂട്ടൻറ്റും സെയിം ടൈപ്പ് ഓഫ് ഫോംസ് ആണ്. ക്ലെയിമൻറ്റ് ക്ലിക്ക് ചെയ്യാം. അവരുടെ നമ്മൾ ലോഗിൻ ഐ ഡി ആയിട്ട് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോഗിൻ നെയിം കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ഇവിടെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ആധാർ കാർഡ് നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണ ഒരു പാസ്വേഡ് കൊടുക്കുക. അത് തന്നെ ഇവിടെ രണ്ടാമത് അടിക്കുക. പിന്നെ ഇവിടെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്, അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഐ ഡി കാർഡ്, ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് സെലക്ട് ചെയ്യുക. ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഇലക്ഷൻ ഐ ഡിയോ പാൻ കാർഡോ പാസ്പോർട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നമ്പറും കൂടി ഇവിടെ കൊടുത്ത ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കൂടി കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ താഴത്തൊരു ക്യാപ്ച കാണുന്നുണ്ട്. ആ ക്യാപ്ചറിൽ കൊടുത്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജായിട്ട് നമ്മുടെ ലോഗിൻ, നമ്മളിവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ക്രിയേറ്റഡായി. അതുപോലെ തന്നെയാണ് ഇവിടെ അടുത്തത് എക്സിക്യൂട്ടൻ്റ് എഴുതി കൊടുക്കുന്ന ആളുടെ പേരിൽ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ. ആ ഡീറ്റെയിൽസ് കൊടുക്കലൊക്കെ സെയിം തന്നെ. വ്യത്യാസം വരുന്നത് ഈ ലൈസൻസ്ഡ് ഡോക്യുമെൻ്റ് റൈറ്റേഴ്സിൻ്റെയും പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സിൻ്റെയും പേരിലുള്ള 2 ഇതിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ലൈസൻസ്ഡ് ഡോക്യുമെൻ്റ് റൈറ്റേഴ്സിൻ്റെ പേരിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോഗിൻ നെയിം കൊടുക്കുക, ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. ലൈസൻസ് ടൈപ്പ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ലൈസൻസ് ആണോ ഡിസ്ട്രിക്ട് ലൈസൻസ്, ഏത് ലൈസൻസാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ
ലൈസൻസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, സബ് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇഷ്യൂയിങ് ഡേറ്റ്, ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ലൈസൻസ് എക്സ്പയർ ചെയ്യണ ഡേറ്റ്, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നേരത്തെ പോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, പിൻ കോഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു ID ടൈപ്പ് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യാം. ഇനി അടുത്തത് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ലോഗിൻ നെയിം കൊടുക്കുക, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക, ലൈസൻസ് ടൈപ്പ് ഏതാണെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അവരുടെ ബാർ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് ഓഫ് എൻറോൾമെൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് ഒന്നുകൂടി കൊടുക്കുക, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ID കാർഡ് ടൈപ്പ്, ID നമ്പറും കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത ശേഷം യൂസർ ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ലോഗിൻ IDയും ആ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ, ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോഗിനിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ദിവസം നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് ചെയ്യണം, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.